ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത ഒരു മിസ്റ്ററി ഹൊറർ മൂവിയായ ദ ബാഡ് സീഡ് എന്ന അമേരിക്കൻ മൂവിയാണ്. വെറും 9 വയസ്സ് പ്രായമുള്ള ഒരു സൈക്കോ പെൺകുട്ടി അവൾ ചെയ്ത നിഷ്കളങ്കമായ കൊലകൾ പറയുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ എമ്മ എന്ന 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ജനൽ വഴി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി താഴ്ന്ന് മരണത്തോടും മല്ലടിക്കുന്ന ഒരു പൂജയെ നോക്കി നിൽക്കുകയാണ്. അതിനെ രക്ഷപ്പെടുത്താനോ ഇക്കാര്യം ആരോടെങ്കിലും പറയാനോ അവൾ ശ്രമിക്കുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് അവളുടെ ഷെൽഫെല്ലാം റെഡിയാക്കാൻ പോകുന്നു. ആ ഷെൽഫ് നിറയെ അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. അവളുടെ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി അവളാണ്. എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ടാണ് അവൾ ചെയ്യുന്നത്. ഡാഡിയും അവളും മാത്രമാണ് ആ വീട്ടിൽ താമസം. അമ്മ 8 വർഷം മുമ്പ് മരിച്ചുപോയി. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാഡിയോടായിട്ട് പറയുന്നുണ്ട്, ഈ വർഷത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻസിനുള്ള അവാർഡ് എനിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഡേവിഡ് പറയുന്നത്, എനിക്കതിൽ ഒരു സംശയമില്ല, നിനക്ക് തന്നെ ആയിരിക്കും ഈ വർഷം അവാർഡ്. ആ സമയം ഡേവിഡിന്റെ സിസ്റ്റർ അവിടേക്ക് വരുന്നു. ഏഞ്ചലീന എന്നാണ് അവളുടെ പേര്. ഏഞ്ചലീന ആന്റിയെ എമയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. എമയെ നോക്കാനായി ഒരു ആന്റിയെ നിർത്താനുള്ള കാര്യം പറയാനായിരുന്നു ഏഞ്ചലീന അവിടേക്ക് വന്നത്. എന്നാൽ എമ തനിക്ക് ആയൊന്നും വേണ്ട എന്നും പറ്റുമെങ്കിൽ ആന്റി തന്നെ എന്നെ നോക്കിയാൽ മതിയെന്നും പറയുന്നുണ്ട്. എന്നാൽ ആഞ്ചലീനയ്ക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആ സമയം എമ പൂളിലേക്ക് നോക്കിക്കൊണ്ട് താഴെ പൂളിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. താഴെ ചെന്ന ഡേവിഡ് ആ പൂച്ചയെടുത്ത് മാറ്റുന്ന സമയം എമയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇതാലോചിച്ച് വിഷമിക്കേണ്ട എന്ന്. അന്ന് സ്കൂളിലെത്തി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എമയുടെ ക്ലാസ്സിലേക്ക് ഒരു കടന്നൽ വരുന്നുണ്ട്. കുട്ടികളെല്ലാവരും തന്നെ പേടിക്കുന്ന സമയത്ത് എമ ധൈര്യത്തോടെ പോയി ആ കടന്നലിനെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇത് കാണുന്ന അവളുടെ മിസ്സിന് അത്ഭുതമായിരുന്നു. കടന്നലിനെ പുറത്തേക്ക് വിട്ട് അവൾ നേരെ സീറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിനൊന്നും പേടിയില്ലേ? അപ്പോൾ എമ പറയുന്നത്, എനിക്കിതിനൊന്നും പേടിയില്ല, കാരണം എന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ ഒരു വലിയ കടന്നലിന്റെ കൂട് തന്നെയുണ്ട്. അതിനെ നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചാൽ മാത്രമേ അത് നമ്മളെ ഉപദ്രവിക്കൂ. ആ സമയം ഡേവിഡിന്റെ അടുത്തേക്ക് എമയെ നോക്കാൻ ആഞ്ചലീനെ സെലക്ട് ചെയ്ത ആയ വരുന്നുണ്ട്. അവളോട് സംസാരിച്ചപ്പോൾ ഡേവിഡിന് അവൾ ഇഷ്ടമായി. ഇവൾ എമയെ നന്നായി നോക്കുമെന്ന് അയാൾക്ക് തോന്നി. ഡേവിഡ് അവളോട് പറയുന്നുണ്ട്, എമ ഒരു സാധാരണ കുട്ടിയല്ല, വളരെ സൈലന്റ് ആണ് അവൾ. അങ്ങനെ മറ്റു കുട്ടികളെ പോലെ വഴക്കോ ബഹളമോ ഒന്നും തന്നെയില്ല. മാത്രമല്ല എമയുടെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ ഡേവിഡ് അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ദിവസം മുതൽ ജോലിക്ക് വന്നോളാനായി ഡേവിഡ് പറയുന്നു. അതേസമയം സ്കൂളിൽ എമയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി മിലോയെ അവളുടെ പുതിയ വാച്ച് കാണിക്കുന്നു. കുട്ടികളെല്ലാം തന്നെ ആ വാച്ചിനെ പുകഴ്ത്തി പറയുന്നു. എന്നാൽ എമ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് ഓടിപ്പോകുന്നതിനിടെ എമ ആ കുട്ടിയെ തട്ടി താഴെയിടുന്നു. അവളെ സഹായിക്കാൻ എന്ന പോലെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനിടെ അവൾ അറിയാതെ ആ വാച്ച് എമ കൈക്കലാക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവളോട് സോറി പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവാർഡ് ഫംഗ്ഷന്റെ ദിവസം എത്തി. എമയ്ക്ക് ഉറപ്പായിരുന്നു തനിക്ക് തന്നെയാണ് അത് കിട്ടാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അവൾ ഒരുങ്ങി സുന്ദരിയായിട്ടാണ് ആ അവാർഡ് ഫംഗ്ഷന് എത്തിയത്. എന്നാൽ അവളുടെ പ്രതീക്ഷയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് ആ അവാർഡ് കിട്ടിയത് അവളുടെ ഫ്രണ്ട് മിലോയ്ക്കായിരുന്നു. ഇതറിയുന്ന എമയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എന്നാൽ അവൾ അത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ ഒതുക്കി നിന്നു. ഫംഗ്ഷനിടയിൽ ഡേവിഡ് എമയുടെ മിസ്സിനോട് ചോദിക്കുന്നുണ്ട്, എമ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? മിസ് പറയുന്നത്, എന്റെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുപോലൊരു കുട്ടിയെ കണ്ടിട്ടില്ല. അവൾ നന്നായി പഠിക്കും, ആരുമായും ഒരു പ്രശ്നത്തിനും പോകില്ല. അവൾക്ക് നല്ല ധൈര്യമാണ്. എന്നാൽ അവൾ എല്ലാവരും ജീവിക്കുന്ന ലോകത്തല്ല ജീവിക്കുന്നത്. അവൾക്ക് അവളുടേതായ ലോകമാണ് എന്നൊക്കെ പറയുന്നു. അവാർഡ് കിട്ടാത്തതിന് നീ വിഷമിക്കണ്ട എന്ന് ഡേവിഡ് അവളോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം മിലോ എന്റെ നല്ല ഫ്രണ്ടാണ്. അവന് അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണുള്ളത്. എന്നാൽ എമയുടെ ഉള്ളിൽ പക തീരാതെ നിൽപ്പുണ്ടായിരുന്നു. അവളാകട്ടെ ആരും കാണാതെ ആ ഫംഗ്ഷനിടയിൽ മിലോയും വിളിച്ചുകൊണ്ട് ഒരു പാറയുടെ മുകളിലേക്ക് പോകുന്നു. നിനക്കെന്താണ് വേണ്ടതെന്ന് മിലോ ചോദിക്കുമ്പോൾ എമ പറയുന്നത്, അത് നിനക്കറിയാം, എനിക്ക് വേണ്ടത് നിന്റെ കയ്യിൽ തന്നെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലുന്നു. പിന്നെ കാണിക്കുന്നത് ഒന്നും അറിയാതെ തിരിച്ചു വന്ന ഡേവിഡിന്റെ കൂടെ നിൽക്കുന്ന എമയാണ്. മിലയുടെ പേരൻസ് എമയോട് ചോദിക്കുന്നുണ്ട്, നീ മിലയെ കണ്ടോ എന്ന്. അപ്പോൾ എമ പറയുന്നത്, ഞാൻ ലാസ്റ്റായി അവനെ കണ്ടത് ആ ബോൺഫയറിന്റെ അടുത്ത് വെച്ചാണ്. ആ സമയം ബാക്കിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. എല്ലാവരും അവിടേക്ക് ഓടി ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന മിലയാണ്. അവനെ രക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാരും ശ്രദ്ധിക്കുന്നില്ല അവന്റെ കഴുത്തിൽ ആ മെഡലില്ലായിരുന്നു എന്ന്. വീട്ടിലെത്തിയ ഡേവിഡ് ആഞ്ചലീനയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. എമയ്ക്ക് ഇതൊരു ഷോക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അവളുടെ ഉള്ളിൽ വല്ലാത്ത വിഷമമായിരിക്കും, കാരണം അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എന്നാൽ ഇതെല്ലാം എമ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എമ നല്ല വിഷമത്തിലായിരിക്കുമെന്ന് കരുതി അവളോട് സംസാരിക്കാൻ വരുന്ന ഡേവിഡ് ഞെട്ടിപ്പോവാണ്. കാരണം അവൾക്കൊരു വിഷമമുള്ളതായി ഡേവിഡിന് തോന്നുന്നുണ്ടായിരുന്നില്ല. അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യം ആഞ്ചലിനോട് ഡേവിഡ് പറയുന്നു. അപ്പോൾ ആഞ്ചലീന പറയുന്നത്, അവൾ പണ്ടേ അങ്ങനെയല്ലേ, അവൾ വളരെ സ്ട്രോങ് ഗേൾ ആണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് എമയെ നോക്കാൻ വരുന്ന ആയ വരുന്നു. ഡേവിഡ് അവൾക്ക് വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഓരോ സാധനങ്ങളും എവിടെയൊക്കെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ആയക്കാണെങ്കിൽ ഡേവിഡിന്റെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അയാൾ ഇല്ലാത്ത സമയത്ത് അയാളുടെ ഫോട്ടോ എല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എമ്മ വന്ന് അവളോട് പറയുന്നുണ്ട്, എനിക്കൊരു മൂവി കാണണം, ഒന്ന് താഴേക്ക് വരുമോ? അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ നേരെ ഡേവിഡിന്റെ ബാത്റൂമിൽ കയറി അവിടെ കിടന്ന പിൽസ് ഒക്കെ എടുത്ത് അടിച്ചു മാറ്റുന്നു. ശേഷം അവൾ എമ്മയുടെ അടുത്തേക്ക് പോകുന്നു.
മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എമ്മയോട് ചോദിക്കുന്നുണ്ട്, ആ കുട്ടി മുങ്ങി മരിച്ചതിൽ നിനക്ക് വിഷമമായോ? എന്നാൽ എമ്മ തനിക്ക് അതിൽ ഒരു വിഷമമില്ല എന്ന് പറയാണ്. നിന്റെ അച്ഛന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എമ്മ ഉണ്ടായിരുന്നു, എനിക്ക് അവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഡാഡി അവരെ വേണ്ട എന്ന് വെച്ചു. അപ്പോൾ നീ ആൾ കൊള്ളാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ എമ്മ നീയും അത്ര മോശമല്ല എന്ന് തിരിച്ചു പറയുന്നു. കാരണം ഡാഡിയുടെ പിൽസ് അടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടിരുന്നു. നീ ഒരു കള്ളിയാണെന്ന് എമ്മ അവളോട് പറയാണ്. ഇത് കേൾക്കുന്ന ആയാണെങ്കിൽ വല്ലാതാകുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ മിലോയുടെ മരണത്തിൽ അനുസ്മരണത്തിനായി ഒരു ഫംഗ്ഷൻ വെച്ചിരുന്നു. അവിടെ വെച്ച് മിലോയുടെ പേരൻസ് ഡേവിഡിനോട്, നിങ്ങൾ അന്നെടുത്ത ഫോട്ടോസിൽ എന്റെ മകനുണ്ടാകും, അതെല്ലാം എനിക്ക് അയച്ചു തരണമെന്ന് പറയാണ്. കൂടാതെ ആ മെഡൽ കാണാതായ കാര്യവും ഡേവിഡിനോട് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് എമ്മ അവരുടെ മുന്നിൽ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലെത്തിയ എമ്മ നോർമലായി ഹാപ്പിയായിട്ട് അവൾ പാട്ടൊക്കെ പാടി ജാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഡേവിഡിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അയാൾ എമ്മയുടെ റൂമിൽ അവളുടെ തുണിയെല്ലാം വെക്കാൻ നേരം അവിടെ താഴെ ഒരു പാവ കിടക്കുന്നത് കാണുന്നു. അയാൾ അത് കുനിഞ്ഞെടുക്കാൻ നേരം കട്ടിലിന്റെ അടിയിലായി ആ മെഡൽ വെച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഡേവിഡ് അത് കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം എമ്മ റൂമിലേക്ക് വരുന്നു. ഡേവിഡിനെ കണ്ടതും അവൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡാഡി എന്താ എന്റെ റൂമിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, ഞാൻ ഈ സാധനങ്ങൾ വെക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. അന്നെടുത്ത് ആ ഫോട്ടോസ് ഡേവിഡ് നോക്കുന്ന സമയത്ത് അതിൽ മിലോ അവന്റെ മെഡൽ എല്ലാവരെയും കാണിക്കുമ്പോൾ ദേഷ്യത്തോടെ അതിലേക്ക് നോക്കി നിൽക്കുന്ന എമ്മയെ കാണുന്നുണ്ട്. പിറ്റേ ദിവസം എമ്മയുടെ സ്കൂളിൽ നിന്നും അവളുടെ മിസ് അവളുടെ വീട്ടിലേക്ക് വരുന്നു. ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത കുട്ടികളുടെ വീട്ടിൽ ചെന്ന് മിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അറിയോ എന്ന് ചോദിക്കാനാണ് അവർ വന്നത്. എമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കാനായി എമ്മയെ വിളിക്കാൻ വേണ്ടി മിസ് പറയുന്നു. എന്നാൽ എമ്മയാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയന്നിരിക്കുന്നത് കണ്ട ആയിക്ക് അവളാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാവാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ജാർ തട്ടിയിടുന്നു. എന്നിട്ട് വീണ പോലെ തറയിൽ കിടക്കുന്നു. സൗണ്ട് കേട്ട് ഡേവിഡ് ഓടി വരികയും അവളെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിലാണെങ്കിൽ ചെറിയ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് കെട്ടുന്നതിനിടെ ഡേവിഡ് എമ്മയോട് ചോദിക്കുന്നുണ്ട്, അന്ന് മില മരിച്ച ദിവസത്തെ എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടോ? എന്നാൽ എമ്മയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. നിന്റെ മിസ് പറഞ്ഞിരുന്നു നീയും ആ റോക്കിന്റെ അടുത്തേക്ക് പോയതായി കണ്ടിരുന്നു എന്ന്. നീ എന്തിനാണ് അവിടേക്ക് പോയതെന്ന് ഡേവിഡ് ചോദിച്ചപ്പോൾ എമ്മ ഞാൻ അവിടേക്ക് പോയിട്ടില്ല എന്ന് കള്ളം പറയുന്നു. പിറ്റേ ദിവസം ഡേവിഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അയാൾ ഡേവിഡിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ റൂഫിലായി ഒരു കടന്നൽ കൂട് കാണിക്കുന്നുണ്ട്. ഡേവിഡ് ആയോട് എമ്മ എങ്ങനെ നല്ല കുട്ടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എമ്മ പറയുന്നത് അവൾ ഒരു സാധാരണ കുട്ടിയല്ല, ഒരു മുതിർന്ന കുട്ടിയെ പോലെയാണ് അവൾ പെരുമാറുന്നത്. ശേഷം എമ്മയും ആയും നടക്കാൻ ഇറങ്ങുന്ന സമയം ആയ എമ്മയോട് പറയുന്നു, നിന്റെ ഡാഡിക്ക് നിന്നിൽ എന്തോ ഡൗട്ടുണ്ട്, നിന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം സ്കൂളിലെ മിസ് മിലോയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നത് എമ്മ കാണുന്നുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ എമ്മയെ ആയ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. നീ ആ കുട്ടിയെ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം, നിന്നെ പോലീസ് കൊണ്ടുപോയി ഒരു ചെറിലിരുത്തി ഷോക്കൊക്കെ തരുമെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആയ എമ്മയെ തിരയുമ്പോൾ അവളെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന കടന്നൽ കൂടും മിസ്സായിരുന്നു. അതേസമയം മിലയുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന മിസ്സിന്റെ കാറിൽ ഒരു കടന്നലിനെ കാണുന്നു. എമ്മ ആ കടന്നൽ കൂട് ആ മിസ്സിന്റെ കാറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഡേവിഡ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയം അയാൾ കാണാൻ തക്കവണ്ണം ആ മെഡൽ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡേവിഡ് അത് കാണുന്നുണ്ടായിരുന്നില്ല. അവിടേക്ക് വന്ന എമ്മ അത് കാണുകയാണ്. അവൾ ഡേവിഡ് കാണാതെ അതെടുത്ത് മാറ്റുന്നു. തനിക്കിട്ട് പണിഞ്ഞതാണെന്ന് എമ്മ മനസ്സിലാക്കാണ്. എന്നാൽ എമ്മ തന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നത് ഡേവിഡ് കാണുന്നുണ്ട്. ഡേവിഡ് അതെന്താണെന്ന് ചോദിക്കുന്നു. വേറെ വഴിയില്ലാതെ അവൾക്ക് അത് ഡേവിഡിനെ കാണിക്കേണ്ടി വരികയാണ്. ഇത് കാണുന്ന ഡേവിഡ് ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തനിക്ക് അറിയില്ല എന്ന് പറയാണ്. ആ സമയം വന്ന് ഡേവിഡിനോട് പറയുന്നു അത് തനിക്ക് എമ്മയുടെ കട്ടിന്റെ അടിയിൽ നിന്നും കിട്ടിയതാണെന്ന്. ആ സമയം രക്ഷപ്പെടാൻ എമ്മ അടുത്ത കള്ളക്കഥയുണ്ടാക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് മിലോ കുറച്ച് സമയത്തേക്ക് തനിക്ക് അത് ഇടാൻ തന്നിരുന്നു. അവനെന്തിനാണ് അവന്റെ മിടൽ നിനക്ക് ഇടാൻ തന്നതെന്ന് ചോദിക്കുമ്പോൾ എമ്മ കളിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഒരു ഗെയിം കളിച്ചിരുന്നു. അതിൽ ഞാൻ വിൻ ചെയ്തപ്പോഴാണ് കുറച്ചു നേരത്തേക്ക് അവൻ തനിക്കത് ഇടാൻ തന്നത്. അതിനുശേഷമാണ് അവൻ ആ പാറക്കൂടത്തിന്റെ അടുത്തേക്ക് പോയതും അവന് അപകടം സംഭവിച്ചതും. മറ്റൊന്നും തനിക്ക് അറിയില്ല എന്ന് എമ്മ പറയാണ്. ഇത് കേൾക്കുന്ന ഡേവിഡിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. തന്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഡേവിഡിന് സംശയം തോന്നാണ്. ഡേവിഡ് ആഞ്ചലിനെ വിളിച്ച് എമ്മയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറയാണ്. അവർ പോകുന്ന വഴിക്ക് ഒരു കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണുന്നു. ശേഷം ഡേവിഡ് എമ്മയും കൂട്ടി മിലോയുടെ പേരൻസിനെ കാണാൻ പോകുന്നു. എമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മെഡൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. മിലോ മരിക്കുന്നതിന് മുമ്പ് എമ്മയ്ക്ക് കുറച്ചുനേരം അത് ഇടാൻ കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവളുടെ കയ്യിൽ അത് വന്നതെന്ന് ഡേവിഡ് പറയുന്നു. അപ്പോഴാണ് അവർ മിസ് മരിച്ചു പോയ വിവരം ഡേവിഡിനോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ഡേവിഡ് ആകെ ഷോക്കാകുന്നു. എങ്ങനെയാണ് മരിച്ചതെന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മിസ്സിന്റെ കാറിൽ നിന്നും ഒരു കടന്നൽ കൂട് കണ്ടെടുത്തിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എമ്മ തനിക്ക് വിഷമമാകുന്നു. നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയാണ്. ഡേവിഡ് എമ്മയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എമ്മ വളരെ ഹാപ്പി ആകുന്നു. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഡേവിഡിന് സംശയങ്ങൾ കൂടി വന്നു. പിറ്റേന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടന്നൽ കൂട് അവിടെ കാണാത്തത് കണ്ട് ഡേവിഡിന്റെ സംശയം സത്യമാണെന്ന് അയാൾ മനസ്സിലാക്കി. ഡേവിഡ് ചിൽഡ്രൻസിന്റെ ഇങ്ങനെയുള്ള ബിഹേവിയർ ഗൂഗിൾ സെർച്ച് ചെയ്ത ശേഷം എമ്മയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോകുന്നു. എന്നാൽ അവളാണെങ്കിൽ ആ ഡോക്ടറോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ആ ഡോക്ടർക്ക് അവളെ വളരെ ഇഷ്ടമായി. അവൾ വളരെ നല്ല കുട്ടിയാണെന്ന് ഡോക്ടർ ഡേവിഡിന്റെ അടുത്ത് പറയുന്നു. ശേഷം ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന എമ്മയുടെ അടുത്തേക്ക് വന്ന് നീ അധിക നാൾ ഇത്ര സമാധാനത്തോടെ ഇരിക്കില്ല എന്ന് പറയാണ്. വൈകാതെ തന്നെ നിന്നെ പോലീസ് കൊണ്ടുപോകുമെന്നും പറയുന്നു.
ഇത് കേട്ട് എമയാകട്ടെ അയോട് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ആയ നിന്റെ ഡാഡി ഒരിക്കലും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല. വേണമെങ്കിൽ നിന്റെ സ്റ്റെപ്പ് മദർ ആവാനും എനിക്ക് സാധിക്കും. ഇതെല്ലാം കേട്ട എമയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നു. അവൾ നേരെ ഡേവിഡിന്റെ അടുത്ത് പോയി ആയ പറഞ്ഞ കാര്യം ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഡേവിഡ് ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല എമ പറയുന്നുണ്ട് എനിക്കൊരിക്കലും ഒരു സ്റ്റെപ്പ് മദറിന്റെ ആവശ്യമില്ല എന്ന്. അന്ന് രാത്രി അയാൾ പുറത്തേക്ക് പോയപ്പോൾ എമയെ കാണാത്തോണ്ട് ആയ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. അവസാനം അവൾ നേരെ ഡേവിഡിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. അവൾ അതിനുള്ളിൽ കയറിയതും എമ ഡോറെല്ലാം ലോക്ക് ചെയ്യുന്നു. ശേഷം അതിനുള്ളിലേക്ക് തീ കത്തിച്ചെറിയുന്നു. നേരത്തെ തന്നെ എമയ്ക്ക് അറിയാമായിരുന്നു അവിടെയെല്ലാം പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന സാധനങ്ങളാണ് ഉള്ളതെന്ന്. അധികം വൈകാതെ അവളുടെ ദേഹത്തേക്ക് തീ പടരുകയും നിമിഷ നേരം കൊണ്ട് അവൾ തീയിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നു. തിരിച്ചെത്തിയ ഡേവിഡ് ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിക്കുന്നു. മാത്രമല്ല എമ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആയ മരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഡേവിഡ് അവളോട് ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം നീയല്ലേ എന്ന്. അവൾ എല്ലാ സത്യവും തുറന്നു പറയാൻ തുടങ്ങി. മിലോയുടെ കയ്യിൽ നിന്നും താനാ മെഡൽ പിടിച്ചു വാങ്ങാൻ നോക്കി. അവൻ തരാൻ മടിച്ചപ്പോൾ ഞാൻ അവനെ പതിയെ ഒന്ന് തള്ളി. അപ്പോഴേക്കും അവൻ താഴെ വീണു. മിസ് അത് കണ്ടുപിടിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കടന്നൽ കൂട് അവരുടെ കാറിൽ വെച്ചത്. മാത്രമല്ല ആയ ഈ കാര്യം അറിഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നെ പോലീസ് പിടിച്ച് ജയിലിലിടും, ജയിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക് ചെയറിലിരുത്തി എന്നെ ഷോക്ക് അടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും പേടിപ്പിക്കുമായിരുന്നു. അത് കാരണമാണ് ഞാൻ അവരെയും കൊന്നത്. തന്റെ മകൾ ചെയ്ത ക്രൂരതകൾ കേട്ട ഡേവിഡ് ആകെ തകർന്നു പോവാണ്. അയാൾ അന്ന് രാത്രി തന്നെ പറ്റിയ ഡോക്ടറെ കണ്ടെത്തുന്നു. അന്ന് രാത്രി തീപിടുത്തം നടന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പോലീസ് ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. അന്ന് വീട്ടിലുണ്ടായിരുന്നത് എമ ആയതുകൊണ്ട് എമയോട് സംസാരിക്കണമെന്ന് പോലീസ് പറയുമ്പോൾ ഡേവിഡ് അവൾക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. തന്റെ മകളുടെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് ഡേവിഡിന് അറിയാം. എന്നാലും തന്റെ ഒറ്റ മകളായതുകൊണ്ട് അവളെ സംരക്ഷിക്കാൻ ഡേവിഡ് തീരുമാനിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഡേവിഡ് എമയും കൂട്ടി അവിടെ നിന്ന് താമസം മാറുന്നു. സ്വന്തം മകളെ പേടിച്ച് അയാൾ ഒരു തോക്ക് കൈവശം വെക്കുന്നു. അവിടുത്തെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പോലീസ് വിളിച്ചെങ്കിലും ഡേവിഡ് ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഡേവിഡ് എമയുടെ എല്ലാ കാര്യങ്ങളും ആഞ്ചലിനോട് പറയുന്നുണ്ടായിരുന്നു. അവൾ ചെയ്ത ഓരോ കൊലപാതകളെ കുറിച്ചും പറയുന്നു. പിറ്റേ ദിവസം ഒരു ഡോക്ടറുമായി എമയുടെ കാര്യങ്ങൾ ഡേവിഡ് പറയുന്നത് എമ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഡേവിഡ് എമയോട് പറയുന്നു നീ എന്താ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത്? അവളൊന്ന് അയാളോട് പറയുന്നുണ്ട് ഡാഡിക്ക് ഇപ്പോഴും എന്നെ ഒട്ടും മനസ്സിലായിട്ടില്ല. ഒരു കാരണമില്ലാതെ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ അവരെ ഉപദ്രവിക്കൂ. അന്നേരത്തെ ഡേവിഡ് ഉറങ്ങിയതിനു ശേഷം എമ ഡേവിഡിന്റെ അടുത്തേക്ക് വരുന്നു. അവൾ ഡാഡിക്ക് അവസാനത്തെ ചുംബനമെല്ലാം കൊടുത്ത ശേഷം അവിടുത്തെ ഗ്യാസ് തുറന്നു വിടുന്നു. എന്നിട്ട് എല്ലാ ജനലും വാതിലും അടച്ച ശേഷം അവൾ പുറത്തു പോയി നിൽക്കുന്നു. ഉറക്കത്തിൽ ഗ്യാസിന്റെ മണം കിട്ടിയ ഡേവിഡ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട് മുഴുവനും ഗ്യാസിന്റെ മണമായിരുന്നു. അയാൾ വേഗം ജനലും വാതിലും തുറന്നിട്ട് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നു. എമ പുറത്ത് നിൽക്കുന്നത് ഡേവിഡ് ജനൽ വഴി കാണുന്നു. ഇതിന് പിന്നിൽ അവളാണെന്ന് ഡേവിഡിന് മനസ്സിലായി. അയാൾ വേഗം പോയി അവളോട് ചോദിക്കുന്നു നീ എന്തിനാ എന്നെയും കൂടി കൊല്ലാൻ ശ്രമിക്കുന്നത്? നിനക്കാകെയുള്ളത് ഞാൻ മാത്രമല്ലേ? എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ ജീവിക്കും? നിങ്ങൾ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ആന്റിയുടെ കൂടെ ജീവിക്കുമെന്ന് അവൾ പറയുന്നു. തന്റെ മകൾക്ക് തന്നോട് ഒട്ടും സ്നേഹമില്ല എന്നും തന്നെ വരെ കൊല്ലാൻ അവൾ മടിക്കില്ല എന്നും അറിഞ്ഞപ്പോൾ അയാൾ ഷോക്കാകുന്നു. അവളുടെ കൂടെയുള്ള ഓരോ നിമിഷവും തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് അവളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഒരച്ഛനും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ, സ്വന്തം മകളെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥ. അയാൾ കുറെ ഉറക്ക ഗുളികകൾ പൊടിച്ച ശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട ഹോട്ട് ചോക്ലേറ്റിൽ ഇട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളുടെ കയ്യിലും ഒരു കപ്പുണ്ടായിരുന്നു. തനിക്ക് അതിന്റെ മേൽ കുറച്ച് ക്രീമും കൂടി വേണമെന്ന് പറഞ്ഞ് അവൾ ഡേവിഡിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഡേവിഡ് ആ കപ്പ് അവിടെ വെച്ച ശേഷം ക്രീം എടുക്കാൻ പോകുന്നു. തിരിച്ചു വന്ന ശേഷം അവർ രണ്ടുപേരും ആ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുന്നു. ശേഷം എമ്മ തനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ഉറങ്ങുകയാണ്. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി അയാൾ നേരെ ആഞ്ചലിനെ വിളിച്ച് കാര്യം പറയുന്നു. അവൾ തന്നെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഇനിയും അവൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൾ ജീവിച്ചിരിക്കാൻ അർഹതയില്ല. അവൾ ജീവിച്ചാൽ ജീവിതകാലം മുഴുവനും അവൾ ജയിലിലായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് അവൾ ഇനി ജീവിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ട ആഞ്ചലീന സത്യത്തിൽ നീ എന്താണ് അവൾ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അയാളും പോയി കിടന്നുറങ്ങുകയാണ്. അതേസമയം എമ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ശേഷം ഡേവിഡിന്റെ അടുത്ത് പോയി ഗുഡ് നൈറ്റ് ഡാഡി എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യുന്നു. ഡേവിഡിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ബുള്ളറ്റ് അയാളുടെ നെറ്റിയുടെ സൈഡിലൂടെ മാറി ബെഡിൽ കൊള്ളുന്നു. ഈ സൗണ്ട് കേട്ട് അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. അയാൾക്ക് കണ്ണു തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ ആ കപ്പ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. ഡാഡി കുടിച്ച് ആ കപ്പിലായിരുന്നു ആ ഉറുക്കുകൾ ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നു. പാതി ബോധത്തോടെ അയാൾ അവളുടെ കയ്യിൽ നിന്നും ആ തോക്ക് തട്ടിപ്പറിച്ച് അവളെ കൊല്ലാൻ പോകുന്നു. അവൾ വേഗം ഫോൺ എടുത്ത് പോലീസിനെ കോൾ ചെയ്യുന്നു. തന്റെ ഡാഡി തന്നെ കൊല്ലാൻ പോകുന്നുവെന്ന് കരഞ്ഞു പറയുന്നു. എന്നിട്ട് അവൾ താഴെയുള്ള റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു. അയാൾ അവളെ തെരഞ്ഞ് അവിടെയെല്ലാം തോക്കും കൊണ്ട് നടക്കുന്നു. അവളെ കണ്ടെത്തിയപ്പോൾ അയാൾ അവളോട് പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം, നീ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. നിന്റെ ജീവിതം ജയിലിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആ സമയം പുറത്ത് വേട്ടയ്ക്കിറങ്ങിയ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട എമയാണെങ്കിൽ ഉറക്കെ കരയാൻ തുടങ്ങി.
ഡേവിഡ് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവളൊരു ചെറിയ കുട്ടിയല്ല, ഇവളൊരു രാക്ഷസിയാണെന്ന്. എന്നാൽ അയാളാണെങ്കിൽ പേടിച്ചിട്ട് എമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഡേവിഡിനെ ഷൂട്ട് ചെയ്യുന്നു. അതോടുകൂടി ഡേവിഡ് മരിക്കുന്നു. സ്വന്തം അച്ഛനെ കൊല്ലാൻ കൊടുത്തിട്ടും അവൾക്കൊട്ടും തന്നെ വിഷമമുണ്ടായിരുന്നില്ല. അവൾ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചു കൊണ്ടിരുന്നു. ഡേവിഡിന്റെ സഹോദരി വന്നിട്ട് എമ്മയെ സമാധാനിപ്പിക്കുന്നു. നിന്റെ അച്ഛന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു, മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ഡാഡി നിന്നെ പറ്റി അങ്ങനെയെല്ലാം പറഞ്ഞതെന്നും അവർ പറയുന്നു. നീ വിഷമിക്കണ്ട, എന്നും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് ആഞ്ചലീന പറയുന്നു. അതോടുകൂടി എമ്മ പ്ലാൻ ചെയ്ത പോലെ എല്ലാം തന്നെ നടന്നിരിക്കുന്നു. അവൾ തന്റെ അച്ഛനെയും കൊന്നിട്ട് ആന്റിയുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. അവസാനമായി ഒരു കൊലച്ചിരി കാണിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു സൈക്കോയെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.